ഹലോ ഫ്രണ്ട്സ്, മിക അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. പിറ്റാസുദീപ് അഭിനയിക്കുന്ന മാക്സ് എന്ന് പറഞ്ഞ പടം ഡിസംബർ 25 റിലീസ് ചെയ്തെന്നുള്ള അറിയിച്ചിരുന്നു. അപ്പോൾ പടത്തിന് യുബാരെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് അറിയിച്ചു. പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പടം. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 14 പടം റിലീസാകാൻ പോകുന്നത് 2025. പിന്നെ സെൽവരാഘവൻ അടുത്ത ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന പടത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. മെന്റൽ മനതിൽ നിന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ലവ് സ്റ്റോറി പടമാണ്. എന്തായാലും ജി പ്രകാശാണ് പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞ പടത്തിലത്തെ ബെൻഡോബാസ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ ഫത്തേ എന്ന് പറഞ്ഞിട്ടുള്ള സോനു സൂഡ് ഡയറക്ഷൻ ചെയ്തിട്ട് ആൾ തന്നെ അഭിനയിക്കുന്ന പടത്തിലത്തെ ഹിറ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഡിസംബർ 17 വരെ എന്നുള്ള അറിയിച്ചു. പിന്നെ കാതൽ 80 പൊതു ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടം വേൾഡ് വൈഡ് ആയിട്ട് റിലീസിന് എത്തിക്കുന്നത് ക്രിയേറ്റീവ് എന്റർടൈനേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ വിടുതലി പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിലത്തെ വില്ലേജിന്റെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പടത്തിൽ കാണിക്കുന്ന വില്ലേജിന്റെ. അപ്പോൾ അതിന്റെ ഒരു മേക്കിംഗ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഗാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള അനുഷ്ക ശെട്ടി അഭിനയിക്കുന്ന പടം. ആ പടത്തിന് ഗ്ലിംസ് എന്തോ വീഡിയോ ഇട്ടാൻ വരുന്നുണ്ട് ഡിസംബർ 15 12 മണിക്ക്. പിന്നെ ശ്രീകാന്ത് ഒടലുടെ ബർത്ത്ഡേ ആയിട്ട് പാരഡൈസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ബർത്ത്ഡേ കൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ എന്തായാലും ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി ആസ്വീരിയും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടായിരുന്നു. അതിലുള്ള സെയിം കോസ്റ്റ്യൂമിൽ അഖിൽമാരാറിന്റെ കൂടെ മമ്മൂട്ടി എന്നിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബറോസ് എന്ന് പറഞ്ഞ പടത്തിന്റെ കേരളത്തിലത്തെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 9:00 എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓവർസീസിലുള്ള ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. പ്രീമിയർ ഇറക്കുന്നത് പറഞ്ഞായിരുന്നു ജനുവരി 9 അപ്പോൾ അതിന്റെ ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ ഈ പടത്തിന്റെ കേരളത്തിലത്തെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിട്ടുണ്ട് E4 എന്റർടൈൻമെന്റ്സ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പുഷ്പയുടെ അടുത്തും E4 എന്റർടൈൻമെന്റ് തന്നെയായിരുന്നു. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞിട്ടുള്ള നണ്ടമറി ബാലകൃഷ്ണയുടെ 109ാമത്തെ പടം. ആ പടത്തിലത്തെ ഡാക്കൂസ് റേജ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരും എന്ന് പറഞ്ഞിരുന്നു. വന്നിട്ടുണ്ട്. ഇന്നലെ അതിന്റെ പ്രൊമോ പുറത്തിറങ്ങിയപ്പോൾ ഡാക്കൂസ് റേജ് എന്നായിരുന്നു. ഇപ്പോൾ ദ റേജ് ഓഫ് ഡാക്കു എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും അങ്ങോട്ട് തലരിച്ചിട്ടുള്ളൂ. എന്തായാലും പാട്ട് നല്ല പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തലവതി വിജയുടെ പടം തിയേറ്ററിൽ 100 ഓഡിയന്റെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, വലിയ കാര്യമില്ല. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ ആർജ ബാലജി എടുക്കുന്ന പടം. അവിടത്തെ ആളുടെ ലുക്ക് ഒരു സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കാണ്. അത് പുറത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, തൃശ ഇപ്പോൾ സിനിമാ കരിയർക്ക് വന്നിട്ട് 22 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. അതിലാണ് വന്നിട്ടുള്ളത്. പിന്നെ തൃശക്ക് എന്തോടെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യ 45 എന്ന് പറഞ്ഞ പടത്തിൽ തൃശയാണ് നായികയാണെന്നുള്ള മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. വെൽക്കം ഓൺ ബോർഡ് തൃശ എന്നുള്ള രീതിയിൽ. എന്തായാലും പോസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡോൺ പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ ഇറ്റലി കട എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് 4ാമത്തെ പടം. ഇനിയിപ്പോൾ അവരുടെ 2ാമത്തെ പ്രൊഡക്ഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, SK25 എന്നുവെച്ചാൽ സുധാകര സൂര്യക്കും ദുൽഖറിനും വേണ്ടിയിട്ട് എടുത്ത ചിന്തയുടെ കഥ ഇപ്പോൾ ശിവകാർത്തികനാക്കും എന്ന് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് സംഭവം. എന്തായാലും അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു ഓൾറെഡി. എന്തായാലും പടത്തിൽ ജയരവി ഉണ്ട്, പിന്നെ അഥർവ് ഉണ്ട്, പിന്നെ ശ്രീലീല ഉണ്ട്. ശ്രീലീല വന്നിട്ടില്ല. ബാക്കി അഥർവയും ജയരവിയും ശിവകാർത്തികനും എത്തിയിട്ടുണ്ട്. എന്തായാലും ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അതിൽ ജയപ്രകാശാണ് മ്യൂസിക് എന്ന്. ജയപ്രകാശിന്റെ മ്യൂസിക് കരിയറിൽ 100ാമത്തെ ആളാണിത്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് ഇതിൽ. പിന്നെ ശ്രീകോകുലം മൂവീസ് ജിത്തുമാധവൻ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന ഒരു പടത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകാന്ന്. അത് വേറൊരു പടമല്ല, നമ്മളിപ്പോൾ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് മോഹൻലാലും ജിത്തുമാധവനും ഒന്നിക്കാൻ പോകാന്ന് പറഞ്ഞിരുന്നു. ആ പടത്തിന് വേണ്ടിയിട്ടാണ്. എന്തായാലും അതും ഗംഭീരമാവട്ടെ. പിന്നെ ദുൽഖർ സൽമാൻ നെഹാസിദായി ഒന്നിക്കുന്ന പടം. ആ പടത്തിൽ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്നത് അജയൻ ചാലിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. മഞ്ഞുമൽ ബോയ്സ്, ട്രാൻസ്, വരത്തൻ, പറവ, മഹേഷിന്റെ പ്രതികാരം, ഇങ്ങനെ ഈ പടങ്ങളൊക്കെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത ആൾ തന്നെയാണ്. എന്തായാലും ആൾ തന്നെയായിരിക്കും സോബിൻ ഷാറും ദുൽഖറും ഒന്നിക്കുന്ന പടത്തിൽ ചെയ്യാന്നുള്ള കേൾക്കുന്നുണ്ട് പ്രൊഡക്ഷൻ ഡിസൈനിങ്. എന്തായാലും കണ്ടറിയാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.